എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഓറഞ്ചൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഓറഞ്ച് അല്ല, ഓറഞ്ചിൻ്റെ തൊലിയാണ്. ഇപ്പോൾ ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഓറഞ്ചൊക്കെ വിലക്കുറവിന് കിട്ടുന്നതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തതും ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഓറഞ്ചിൻ്റെ തൊലിയിൽ ധാരാളം കാൽസ്യം, അതുപോലെ തന്നെ കോപ്പർ, മഗ്നീഷ്യം, വിറ്റാമിൻ എ, സി, പിന്നെ ധാരാളം ഫൈബർ കണ്ടൻറ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കും ചെടികൾക്കും പിന്നെ നമ്മുടെ ക്ലീനിങ് പർപ്പസുകൾക്ക് പല രീതിയിലും ഒക്കെ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് എങ്ങനെയാണ് ഓയിൽ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ആ ഒരു വൈറ്റ് പോർഷൻ പെടാണ്ട് ആ ഒരു മുകളിലത്തെ ഭാഗം മാത്രം ഒന്നിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഉള്ളിലത്തെ വന്നാലും കുഴപ്പമില്ല, എന്നാലും മാക്സിമം ഉള്ളിലത്തെ ഭാഗങ്ങൾ പെടാണ്ട് ആ ഒരു മുകൾ ഭാഗം മാത്രം എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ കിട്ടുന്നത്രയും എടുക്കുക. അപ്പോൾ ഞാനൊരു ചെറിയ അളവിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് തന്നെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഒലീവ് ഓയിലാണ്. അപ്പോൾ കുറച്ച് ഒലീവ് ഓയിലും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറഞ്ഞത് അത് മുങ്ങി നിൽക്കുന്ന അത്രയും ഓയിലെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊരു 2 ദിവസം ഇങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷമാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയുടെ ഗുണങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഓയിലിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല കളർ വയ്ക്കാനും അതുപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ്. ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നമ്മളിതിലൊന്നും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കണില്ലല്ലോ. അപ്പോൾ അതിൽ കൂടുതലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സ്മെല്ലൊക്കെ മാറി കേടാവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. ആവശ്യത്തിനുള്ളത് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് പുറത്ത് വെച്ചാൽ മതി. ഇനി ഇപ്പോഴൊക്കെ ഒരുപാട് ഓറഞ്ചിൻ്റെ തൊലി കിട്ടുമ്പോൾ നമ്മളതെല്ലാം കൂടെ തന്നെ ഒന്ന് നന്നായിട്ട് ഉണക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ ഇട്ടിട്ട് നല്ല വെയിലത്തിട്ടിട്ട് ഉണക്കണ്ട. ഏതെങ്കിലും ഒരു ഷെയ്ഡിൽ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ പരത്തിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു ബോക്സിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ എത്ര നാളായാലും കേടാവാണ്ടൊക്കെ ഇരുന്നോളും, നന്നായിട്ട് ഉണങ്ങിയാൽ മതി. ഇനി നമുക്ക് അത് നല്ല പൗഡറായിട്ട് പൊടിക്കുകയാണെങ്കിൽ നമുക്ക് ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കില്ലേ, കടലപ്പൊടി, തൈര്, അതുപോലെ ഓറഞ്ചിൻ്റെ തൊലി, ഇത് മൂന്നും കൂടിയിട്ടുള്ള ഫേസ് പാക്ക് വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മൾ റോസ് അങ്ങനത്തെ ചെടികൾക്കൊക്കെ കൂടുതൽ നല്ലതാണ്. ചെമ്പരത്തി റോസിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് പൂവിടാനും ഒക്കെ നല്ലതാണ് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഈ ഒരു തൊലി ഇട്ട ശേഷം നന്നായിട്ട് മണ്ണിളക്കി അതിനോട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ നൈസായിട്ടുള്ള ഒരു കോട്ടൺ തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും നമ്മുടെ കബോർഡിൻ്റെ ഒരു കോർണറിലോ അല്ലെങ്കിൽ റാക്കിൻ്റെ ഒക്കെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അതുപോലെ ഒരു പ്രശ്നമാണ് ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല്. അതിനും നമുക്ക് ഇതുപോലത്തെ ഒരു പൊതി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് ഷൂവിൻ്റെ ഉള്ളിലുണ്ടാവും. ആ ഒരു ഓറഞ്ചിന് എപ്പോഴും ഒരു ഫ്രഷ് സ്മെല്ലാണല്ലോ. അതുപോലെ തന്നെ രാവിലെ നമ്മൾ ഈ ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇതുപോലത്തെ ഈ ഒരു തൊലി ഉണക്കി പൊടിച്ചതും കൂടെ ചേർത്തിട്ട് ടീ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന്. വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കാനൊക്കെ ഓറഞ്ച് പീൽസ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ഈ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ല് ഉറുമ്പുകൾക്കൊന്നും അത്ര ഇഷ്ടമുള്ളൊരു സ്മെല്ലല്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിലായാലും ജനലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഉണക്കി പൊടിച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ പീൽസ് കൊണ്ടുവയ്ക്കാം. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഇടുന്നത് നല്ലത് തന്നെയാണ്. അപ്പോൾ ചെടികൾക്കായാലും അങ്ങനെ ചെയ്യുമ്പോൾ ഉറുമ്പ് ആ ഭാഗത്തേക്ക് വരില്ല കേട്ടോ. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി ഒരു കഷ്ണം കറുവപ്പട്ട പിന്നെ 2 ഗ്രാമ്പു ഇത് മൂന്നും കൂടി തിളപ്പിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഏതെങ്കിലും കോർണറിലൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു റൂമിലും നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു ഫ്രഷ് സ്മെല്ല് ഫീൽ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ വുഡിൻ്റെ ഫർണിച്ചറിലൊക്കെ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ടും നമുക്ക് ഈ ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കൊടുത്താൽ നല്ലതാണ്, അത് പോകും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പുകൾ, സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലുള്ള സംഭവം പിടിയൊക്കില്ലേ, അതിനൊക്കെ നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും നമുക്ക് ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ പീല് വെച്ചിട്ട് റബ്ബ് ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി നമ്മൾ അധികം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രത്തിലോ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് വെക്കുക കേട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം വിനാഗിരി നല്ലൊരു പ്രിസർവേറ്റീവാണ്. അതുപോലെ തന്നെ ക്ലീനിങ്ങിൽ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു വിനാഗിരി. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഇതുപോലെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഫുള്ളൊരു
ഓറഞ്ചിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റൊക്കെ നമുക്ക് ഇതിലേക്ക് വരും. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് കൂടുതൽ നല്ലത്, കുറേ നാൾ കേടാവാണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യില്ലേ, ഇപ്പോൾ എല്ലാവരുടെയും ഗ്ലാസിൻ്റെയൊക്കെ ഗ്യാസ് സ്റ്റൗ ആയിരിക്കും അധികം. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര നല്ലതാണ് കേട്ടോ. ആ ഒരു പാടുകളൊക്കെ ഫുള്ളായിട്ട് പോവും. ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ടർക്കി പോലത്തെ ഒരു ടവൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായി നല്ലൊരു ഗ്ലേസിങ് കിട്ടും കേട്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റൗ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതേ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ഓറഞ്ചിൻ്റെ ആ ഒരു തൊലിയുടെ സ്മെല്ല് ഉള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം കഴിയുമ്പോൾ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലും ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടെ ഡൈലൂട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സൊക്കെ ക്ലീൻ ചെയ്യാനും എടുക്കാം. അപ്പോൾ ജനലിൻ്റെ ഗ്ലാസ് അതുപോലെ കബോർഡുകളുടെ ഗ്ലാസ്സൊക്കെ നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്യാം ഈ ഒരു സ്പ്രേ വെച്ചിട്ട്. കണ്ടോ, ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോർമുള്ള പാടുകളൊക്കെ പോയിട്ട് നല്ല നീറ്റായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ തറ തുടയ്ക്കുന്ന വെള്ളത്തിൽ നമുക്കിത് ഡൈല്യൂട്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു സ്മെല്ല് ഉണ്ടാവാനും നല്ല ക്ലീൻ ആവാനും നല്ലതാണ്. അപ്പോൾ ടൈൽസൊക്കെ ആണെങ്കിൽ ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ മാർബിൾ പോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് നമ്മൾ ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യണ്ട. ഇനി അതുപോലെ തന്നെ ഫ്ലാസ്കിൻ്റെ ഉള്ളിലൊക്കെ ബാഡ് സ്മെല്ല് വരുമ്പോൾ അത് ക്ലീൻ ചെയ്യാനും നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് കുലുക്കി ഒരു ബ്രഷ് വെച്ച് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സ്മെല്ലും പോയി നല്ലൊരു ഫ്രഷ് സ്മെല്ലാവും. ഇനി അതുപോലെ തന്നെ ഈ ഒരു മിക്സിനെ നമുക്ക് ഇതുപോലൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ട് ചെറുതായിട്ടൊരു ഹോൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫുള്ളായിട്ടുള്ള ഈ ഒരു കുപ്പി ചെയ്യേണ്ട, ചെറിയ കുപ്പിയിലാക്കിയിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ഹോൾസ് ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ബാഡ് സ്മെല്ല് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോർ സൈഡിലൊക്കെ ഇതുപോലത്തെ ഒരു കുഞ്ഞു കുപ്പി വെച്ചിരുന്നാൽ മതി. ഇനി നമുക്ക് അടുത്തൊരു ഉപയോഗം നോക്കാം. ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നിറച്ച് വെള്ളവും ഒഴിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് ഇത് പിറ്റേ ദിവസം തന്നെ എടുത്തിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചെടികളിൽ വരുന്ന ഉറുമ്പ് അതുപോലെ തന്നെ മറ്റ് കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് ആ ഒരു കീടങ്ങൾക്കൊന്നും പിടിക്കില്ല, അതുകൊണ്ട് തന്നെ അവർ പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇലകൾക്കൊക്കെ നല്ലൊരു പച്ച കളർ കിട്ടാനും ഇത് നല്ലത് തന്നെയാണ്. അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറും ആണ് ഇത്, നല്ലൊരു പെസ്റ്റിസൈഡും ആണ്. അപ്പോൾ നമുക്ക് ചെടികളുടെ കടയ്ക്കൽ ഒഴിച്ച് കൊടുക്കാനും സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഈ ഒരു മിക്സ് ഉപയോഗിക്കാം. അപ്പോൾ കറിവേപ്പിനൊക്കെ ബെസ്റ്റാണ് ഈ ഒരു പെസ്റ്റിസൈഡ്. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അതുപോലെ തന്നെ ഫ്രഷ് ഓറഞ്ച് നല്ല നീറ്റായിട്ട് ഉള്ളിലത്തെ ഫ്ലഷൊക്കെ മാറ്റി ഇതുപോലെ ഉള്ളിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് ദീപം കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലും വരും, പിന്നെ കാണാനും നല്ല ക്യൂട്ടായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ വാട്ടർ ക്യാൻഡിലൊക്കെ ചെയ്തില്ലേ ആ രീതിയിൽ തന്നെ. ഇപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങൾ പറഞ്ഞു. ഇനി ഓറഞ്ച് തൊലി പൊളിക്കുമ്പോൾ ഈ ഒരു വീഡിയോ ഓർത്ത് നോക്കൂ, എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തായാലും വേസ്റ്റ് ആക്കി കളയണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നാളെ മുതൽ നമ്മുടെ ചാനലിൽ നല്ലൊരു ഗീവ് അവേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ മിസ് ചെയ്യാണ്ട് കാണും കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു 6 മാസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗീവ് അവേ നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നാളെ 1-ാം തീയതി അല്ലേ, അപ്പോൾ നാളെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എല്ലാവരും പങ്കെടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ പ്രാർത്ഥനാസ് വേൾഡിൽ ഞാൻ ഇന്നലെ ഒരു നല്ല റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ. ഇനിയപ്പോൾ നാളെ വരാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും നന്ദി. കീപ്പ് വാച്ചിങ്, കീപ്പ് സപ്പോർട്ടിങ്. താങ്ക് യു.